ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അലക്സാണ്ടറിൽ തന്നെ ഏറ്റവും വലിയൊരു പാർക്കാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടും അതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ആൺകുട്ടികളുടെയും ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും സ്ഥലങ്ങൾ ഒരുക്കിയിട്ടേക്കുന്നത്. ഇതല്ല തൊട്ടപ്പുറത്തോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങി കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങൾ വന്ന ദിവസം വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ഇപ്പോൾ വെയിലൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും കളിക്കാനും ഗ്രൗണ്ടിലും എല്ലാം വന്നു തുടങ്ങി. ഇവിടെ സ്ത്രീകളും കുട്ടികളും പരിശീലനമൊക്കെയാണ് നടക്കുന്നത്, ബാസ്ക്കറ്റ് ബോൾ. അപ്പോൾ ഇനി അങ്ങോട്ട് വേനൽക്കാലത്ത് നല്ല തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കുള്ള ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ആൺകുട്ടികൾക്കുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്, നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. പാർക്ക് നല്ല വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. 10 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതവിടെ ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ഇതാണ്. അങ്ങോട്ട് കയറുന്ന എൻട്രിയിലൊക്കെ അവർ ചെടി വെച്ച് നല്ല വൃത്തിയായിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഉള്ളിലോട്ട് കാണാം. വെയിലെല്ലാം വന്നതോടുകൂടി മരങ്ങളിലെല്ലാം ഇലയും വന്ന് നല്ല പൂവും കായും ഒക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ. ഉള്ളിലോട്ട് കയറുമ്പോഴുള്ള എൻട്രിയും കാര്യങ്ങളുമൊക്കെയാണ് കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലാണ്. ഈ ആർച്ചിനകത്ത് മൊത്തം കുറച്ച് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് ആ ചെടികളെല്ലാം പടർന്ന് പന്തലിച്ച് നല്ലൊരു ഗുഹ മാതിരിയാവും. ഇപ്പോൾ കിളിച്ച് വരുന്നേ ഉള്ളൂ സംഭവങ്ങളെല്ലാം. ഇത് കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ്. ഇനി അങ്ങോട്ട് ശരിക്കുണ്ട്. ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ളതാണ്. അപ്പം ഫാമിലിയായിട്ട് തന്നെ ഇവിടെ വന്ന് അവർ പിള്ളേരുമായിട്ട് സമയം ചിലവഴിക്കുന്ന സമയമാണ് ഈ ഉണക്ക് കാലം എന്ന് പറഞ്ഞാൽ. നമ്മളെ ക്യാമറാമാന്മാരാണ് അവർ. ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവർ ഒരിടത്തിരുന്ന് വിശ്രമിക്കുകയാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ്. 3 ഇതേപോലെ തന്നെ ഈ പാർക്കിൽ തന്നെ. അതേപോലെ തന്നെ ഗ്രില്ലൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണമെല്ലാം നമ്മൾ കൊണ്ടുപോകണം. വെള്ളവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ 1-2 ട്രിപ്പ് ഇവിടെ പോയിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയൊക്കെ അടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ട് അവർ ബർത്ത്ഡേ ആഘോഷം എന്തോ ആയിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് കവർ ചെയ്തതാണ്. ഇത് പാർക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഏരിയയാണ്. അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഞാൻ ഒന്ന് പകർത്തിയതാണ്. തൊട്ടിപ്പുറത്തായിട്ട് ഒരു 6 വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് 6 കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.